ഹലോ ഫ്രണ്ട്സ്, സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അറിയാമോ? ഇന്ന് ഞാൻ തമിഴ്നാട്ടിലാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു മ്യൂസിയം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ, പത്മനാഭപുരം കൊട്ടാരം കേട്ടോ. അത് കാണാൻ ഞാൻ എൻ്റെ വിൻ ബ്ലോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ അകത്തോട്ടൊന്ന് പോകാം കേട്ടോ. എല്ലാവരും വരിക. അതെ, നമ്മളിന്ന് എവിടെയാണ് ഉള്ളത്? ഞാനും നിങ്ങളും പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ മുന്നിലാണ് അല്ലേ? തടിയിൽ തീർത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊട്ടാരത്തിൻ്റെ മുന്നിലാണ് നമ്മളിന്നുള്ളത് കേട്ടോ. ഇത് കൽക്കുളം കൊട്ടാരം എന്നും അറിയപ്പെട്ടിരുന്നു. ഞാൻ അവിടെ ഒരു പേപ്പർ തന്ന് അത് സൈൻ ചെയ്ത് കൊടുത്ത്, അതിൽ കുറച്ച് റൂൾസും നിയമങ്ങളൊക്കെ ഉണ്ട്. സൈൻ ചെയ്ത് കൊടുത്ത് എടുത്തിട്ട് നമുക്ക് ഇനി അങ്ങോട്ടുള്ളിലോട്ട് പോകാം. ഞാനിനി പോകുമ്പോൾ ഇവിടെയും കുറേ റൂൾസ് ആൻഡ് നിയമങ്ങളുണ്ട്. നമ്മുടെ അവിടെ നല്ലൊരു എമൗണ്ട് എനിക്ക് അടയ്ക്കേണ്ടി വന്ന്, കാരണം വീഡിയോ എടുക്കുന്നത് കൊണ്ട്. അപ്പോൾ ഞാൻ അവിടെ സാറ് പറഞ്ഞു തന്ന അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. നമ്മൾ പൈസ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. കാരണം ഞാൻ ഇതിനകത്ത് പോയതിന് ശേഷമാണ് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ പുറമേയുള്ള കാഴ്ചകൾ മാത്രമേ എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എന്നാൽ ഞാൻ പ്രതീക്ഷയോട് കൂടെയാണ് ഞാൻ അകത്ത് കയറിപ്പോയത്. ഇതാണ് ആദ്യം കാണുന്ന ഒരു സ്ഥലം കേട്ടോ. ആദ്യം നമ്മൾ ഇവിടെയാണ് കയറി പോകുന്നത്. ഇന്ന് തിരക്കുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് സാറിനോട് ചോദിച്ചത് എവിടെയൊക്കെ എന്തൊക്കെ എടുക്കണം പറ്റുമോ എന്നൊക്കെ. അപ്പോൾ എവിടെയെല്ലാം കെട്ടി വെച്ചേക്കുക, അതായത് എന്ത് പറയാനാണ്, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ ആയിട്ട് നോ ടച്ച് എന്ന് പറഞ്ഞുകൊണ്ട്. എല്ലാം അതേ, സത്യം പറഞ്ഞാൽ എല്ലായിടത്തും അതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ട്, ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ട്. ഞാനും ആദ്യമായിട്ട് വരുന്നതാണ്. നിങ്ങളിൽ ആരെങ്കിലും നേരത്തെ വന്നിട്ടുണ്ടോ? പക്ഷേ ഇത് വീഡിയോയിൽ പകർത്തുന്നതിന് കഴിഞ്ഞും എനിക്ക് തോന്നുന്നത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് എന്ന് തന്നെയാണ്. ഇവിടെ ഒരു കോണിപ്പടിയുണ്ട്. ഞാൻ ഈ കോണിപ്പടി വഴി കയറാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് പോകാം കേട്ടോ. ഇത് രാജാവിൻ്റെ ബെഡ്റൂമാണ്. 64 ഔഷധ തടികൾ കൊണ്ടുണ്ടാക്കിയ കട്ടിലാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ, എന്ത് മനോഹരമാണെന്ന് നോക്കി. ഇത് ഡച്ചുകാരുടെ പ്രസന്റ് എന്നാണ് പറയുന്നത്, ഡച്ചുകാർ കൊടുത്തതെന്നാണ് പറയുന്നത്. നല്ല ഭംഗിയാണല്ലേ ഇത് കാണാനായിട്ട്. ഓക്കെ, നല്ല രസമുണ്ട്. വീണ്ടും കോണിപ്പടികൾ കണ്ട് താഴോട്ട് ഇറങ്ങിയാണ്. ഇവിടെ ഇനി എന്തൊക്കെയാണ്, ഒരു ഇടനാഴി കാണാം കേട്ടോ. ഇത് നമ്മളൊരു കുഞ്ഞ് ഇടനാഴിയാണ്. ഇടനാഴി കൂടെ ഇനി കുറച്ച് ദൂരം നമുക്ക് പോകാമേ. ഡോണ്ട് ടച്ച്, ഇവിടെയും ടച്ച് ചെയ്യില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചേച്ചി ഇവിടെ ഇതെന്തുവാ ചേച്ചി പറഞ്ഞു തരാമോ? അപ്പോൾ നമ്മൾ എവിടെ എത്തിയെന്നറിയാമോ? രാജാവിൻ്റെ അമ്മയും സഹോദരിയും താമസിച്ച റൂമിലാണ്. അപ്പോൾ ഇത് ഈ 2 കണ്ണാടി കണ്ടോ? ഇവിടെ ഒരു കണ്ണാടിയുണ്ട്, ആ സൈഡിലും ഒരു കണ്ണാടിയുണ്ട് കേട്ടോ. ആ 2 കണ്ണാടിയും അവർക്ക് ഉപയോഗിക്കാനായിട്ട് വെച്ചിരുന്നതാണ്. ഈ കണ്ണാടിയുടെ ബാക്കിലാണെങ്കിൽ സിൽവർ പതിപ്പിച്ചതാണ്. അതുമാത്രമല്ല, ഇത് കണ്ടോ, ഈ പെയിൻറ്റിങ് പണിയൊക്കെ ഉണ്ട്. ഇത് രാജാവിൻ്റെ ഭരണകാലത്ത് വെച്ചതല്ല, അതിന് ശേഷമാണ് ഇത് വരപ്പിച്ച് വെച്ചെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. എന്തായാലും നല്ല രസമുണ്ടല്ലേ, നല്ല. അതെ, കൊട്ടാരം എവിടെയാണെന്നറിയാവോ? തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തക്കലയിലാണ് കേട്ടോ ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഈ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 1601 1592 മുതൽ 1609 വരെ വേണാട് ഭരിച്ചിരുന്ന ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് ഈ കൊട്ടാരത്തിൻ്റെ ആദ്യ രൂപം നിർമ്മിച്ചത് കേട്ടോ. അതിനുശേഷം 1741 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇന്ന് കാണുന്ന രീതിയിൽ ഈ കൊട്ടാരം പുതുക്കി പണിതത് എന്നാണ് പറയുന്നത്. നമുക്കിവിടെ നിൽക്കുമ്പോഴേ നല്ല തണുപ്പാണ് കേട്ടോ. ഫാനിൻ്റെ AC-യുടെ ഒരു ആവശ്യമില്ല. ഒരു പ്രത്യേക നൊസ്റ്റോളജി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. മഹാരാജാവ് തേരോട്ടം വീക്ഷിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പ്രജകൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പുറത്തു നിന്ന് പറയും. മഹാരാജാവ് ഉത്സവ ദിവസങ്ങളിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, നല്ല ഭംഗി തന്നെ അല്ലേ. താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസ് എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് പുറത്തെ കാഴ്ചകളൊക്കെ നല്ല കാണാം കേട്ടോ. ഇനി അടുത്ത ദൂരേക്ക് അകത്ത് പോകാം നമുക്ക്. സൂപ്പർ കുട്ടി, ഞാൻ
channel. No. No internet here. In France, yes, but not here. മനസ്സിലായ ഭാഷ ഇവിടെ വന്നപ്പം എനിക്ക് പരിചയമായതാണ്. ഏത് സ്ഥലം? Where is place? France. ഫ്രാൻസ്. ആ ഫ്രാൻസില് അതാണ് എനിക്ക് വന്നപ്പോഴും പരിചയമായതാണ്. Bah oui. Alors, on est tous de France. Oui, oui. Même si tu as un petit terrain asiatique. എൻ്റെ മംഗ്ലീഷ് ഒറിജിനൽ ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചെറിയ മംഗ്ലീഷൊക്കെ പറഞ്ഞ് സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. എല്ലാവരും നല്ല കൂട്ടായി കേട്ടോ. എങ്ങനെയുണ്ട്? മലയാളം പറയാൻ കേട്ടോ, നന്ദി എന്ന്. അതെ, ഞങ്ങൾ അപ്പുറത്തെ സൈഡ് നോക്കിയപ്പോഴും കണ്ട്. അപ്പോ ഈ തിരിച്ചു വന്നപ്പോഴും മാമിനെ കണ്ടത് കൊണ്ട് മാമിന് അതിശയം. കറങ്ങി നടക്കുക എന്നാ ചോദിക്കുന്നത്. വീട്ടിൽ കൊണ്ടുപോവാ എന്നോട് ഞാൻ ചോദിച്ചു എന്നെ കേരളത്തിലോട്ട് വരുന്നുണ്ടോന്ന്. ഫ്രാൻസാ കേട്ടോ, ഫ്രാൻസിൽ നിന്ന്. ഫ്രാൻസ്. And my name is Francet. Oh, my fancy too. Okay. Francet, like France. Okay. Enjoy Kerala. Thank you. നോക്കി, മഴ പെയ്ത നേരെ വെള്ളം ഇതിനകത്തോട്ട് വന്ന് വീഴും കേട്ടോ. നല്ല രസം കേട്ടോ. അത് എനിക്ക് ഫിനിഷിങ്ങും വർക്കൊക്കെ കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഞാനും ഇത് നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ, ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. ഇത് നേരിട്ട് ഞാനും കണ്ടിട്ടില്ല, ഇന്ന് ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ എന്തായാലും ഈ 4 കെട്ടില് അകത്തോട്ടൊന്ന് ഇറങ്ങട്ടെ. ഇവിടെ വെള്ളമൊന്നുമില്ല, ഞാൻ വെറുതെ ഒന്ന് ഇറങ്ങുക. ഇറങ്ങി കയറാൻ പറ്റുവാടാ? ഇറങ്ങി കയറാൻ പറ്റുമോ? നിന്നോടാ ചോദിക്കുന്നത്. മഴവെള്ളം വീണാലുണ്ടല്ലോ, അത് നേരെ ദേ ഹോള് വഴി പോകുന്നത് കുളത്തിലോട്ടാണ്. അപ്പോൾ സംഭരിക്കുന്നതാണ് കേട്ടോ. അന്നത്തെ കാലത്തുള്ള നല്ല രസമുണ്ട് കേട്ടോ. 4 കെട്ടും ഈ കുളവും അതെ ആ ഹോള് കണ്ടോ, ആ ഹോള് വഴി നേരെ പോകുന്നത് കുളത്തിലോട്ടാണ് വെള്ളം പോകുന്നത് കേട്ടോ. എന്തായാലും 1 മിനിറ്റ് എനിക്ക് ഇവിടെ ഇരിക്കാൻ തോന്നി, ഒന്നിരുന്നിട്ട് നമുക്ക് പോകാം. ഇനി യാത്ര തുടരേണ്ടതുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ ഇനി നമുക്ക് കാണേണ്ടതുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ പറയാൻ എന്ത് പറയാനാണ്, ഇത് നല്ലതുപോലെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഇതിവിടെ വന്ന് തന്നെ ആസ്വദിക്കണം കേട്ടോ. എൻ്റെ ദൈവമേ, ഞാനത് എവിടെ കൂടെ കയറി എവിടെ കൂടെ ഇറങ്ങിയെന്ന് എനിക്കറിയില്ല. ഇനി എവിടെ കൂടെ പോകേണ്ടതൊന്നും അറിയില്ല. ഇതാ പോവുകയാണ് കേട്ടോ. ഇനി ഞാനിത് അങ്ങോട്ട് നടക്കുകയാണ്. നല്ല വെയിലുണ്ട് പുറത്തിറങ്ങി. അപ്പോൾ ഈ കൊട്ടാരം 6.5 ഏക്കറിനകത്തുള്ളതാണ് കേട്ടോ. അത്രയും വലിപ്പമുണ്ട്. ഇത് കണ്ടോ, കരിങ്കല്ലിലെ സ്റ്റെപ്പ്, അതായത് നടപ്പാതകളാണ് തറയിൽ പതിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓരോയിടത്തും നമുക്ക് ചവിട്ടി പോകത്തക്ക രീതിയിൽ നല്ലത്. ഇനി നമ്മൾ പോകുന്നത് മാർബിൾ പതിപ്പിച്ച ഒരു കൊട്ടാരം കാണാനാണ്. നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. സോറി കേട്ടോ, ക്ഷമിക്കണേ. ഞാൻ പുറത്തുനിന്ന് വന്നപ്പോൾ ഒരാളോട് തിരക്കിയപ്പോൾ പറഞ്ഞത് മാർബിൾ എന്നാണ് പറഞ്ഞത്. മാർബിൾ അല്ല, ഇത് കുമ്മായത്തിൽ തീർത്ത ഒരു ഇത് ഫിനിഷിംഗ് ആണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ ചുമരൊക്കെ നല്ല ഇങ്ങനെ നോക്കിക്കേ, നല്ല മിനുസമാർന്നതാണ്. നോക്കിയേ, മാർബിളിനെ കഴിഞ്ഞും അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ടോ ഇപ്പോഴത്തെ ഗ്രൈൻഡർ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ. ആട്ടുകല്ല് അടിപൊളി തന്നെയാണ്. പണ്ടത്തെ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഇത് കണ്ടേ, ഇങ്ങനെ ഇപ്പോഴിത് കാണാനൊന്നും സാധിക്കത്തില്ല കേട്ടോ. ഇപ്പോഴൊന്നും ഇങ്ങനത്തെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. നമ്മൾ ഈ ഇങ്ങനെ പുരാവസ്തുക്കളൊക്കെ കാണണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ തന്നെയാണ് വരേണ്ടത് അല്ലേ. നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ. നല്ല രസമുണ്ട്, ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോഴേ നമുക്ക് കുറച്ച് ദൂരം കൂടെ നടക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ചരിത്രം കൂടെ കേട്ടു പോയാലോ. അപ്പോൾ 1706 മുതൽ 1758 വരെയാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം പരദേവനായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചത് കേട്ടോ. അതിനുശേഷമാണ് കൽക്കുളം കൊട്ടാരം എന്തായിട്ട് അറിയപ്പെട്ടത്? പത്മനാഭപുരം കൊട്ടാരമായിട്ട് അറിയപ്പെട്ടത്.
അപ്പോൾ 1795 പത്മനാഭപുരത്ത് നിന്നും തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റി. അങ്ങനെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടതോടെ പത്മനാഭപുരം കൊട്ടാരം കന്യാകുമാരി ജില്ലയിലാണെങ്കിലും അതിൻ്റെ ഭാഗമായെങ്കിലും നമ്മൾ അതിൻ്റെ അവകാശവും മറ്റുള്ള നിയന്ത്രണവും ഒക്കെ ഇന്നും കേരളത്തിലാണ് കേട്ടോ. കേരളത്തിനാണ് ഉള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. വരിക, കാണുക, ആസ്വദിക്കുക. എനിക്ക് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്ക് അകത്ത് കുറേ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. രാജാക്കന്മാരുടെ പൂന്തോട്ടമാണ് കേട്ടോ. ഇത് രാജാക്കന്മാരുടെ പൂന്തോട്ടമാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. രണ്ടിടത്തും നല്ല കേട്ടോ. ഒരു വഴി ഇടുന്ന വഴി ഇതിൻ്റെ എന്ത് പറയാ, വന്ന് ആസ്വദിക്കുക, കാണുക. എനിക്കത് മാത്രമേ ഇപ്പം നിങ്ങളോട് പറയാനുള്ളൂ. ഇതൊക്കെ കണ്ടോ? ഞാനും ആദ്യമായിട്ട് വരുന്നതാണ്, അതും കൂടെ പറഞ്ഞോട്ടെ. ഞാനും ആദ്യമായിട്ട് വരുന്നതാണ്. നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. നല്ലടോ. അപ്പോൾ ഈ പത്മനാഭപുരം കൊട്ടാരം 6.5 ഏക്കറിനകത്ത് ആണെന്നാണ് പറയപ്പെടുന്നത്. അത്രയും ഇതിൽ ചുറ്റളവിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഓൾറെഡി പറഞ്ഞല്ലോ, ഈ കൊട്ടാരത്തിൻ്റെ അവകാശവും നിയന്ത്രണവും ഇപ്പോഴും നമ്മുടെ കേരളത്തിലാണ് കേട്ടോ. അപ്പോൾ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പത്മനാഭപുര കൊട്ടാരം ഇപ്പോൾ കേരള പുരാവസ്തുവിൻ്റെ കീഴിൽ ഒരു സംരക്ഷണ പുരാവസ്തു മ്യൂസിയമായിട്ട് അറിയപ്പെടുന്നു. ഏഴോട്ട മാളിക എന്നാണ് പറയുന്നത്. ഇവിടെ ഇരുന്ന് സ്ത്രീകൾക്ക് ഇവിടെ ഈ ജനൽ വഴി പുറത്ത് കാണാനുള്ളതാണ് ഈ അഴി വഴി. മനസ്സിലായോ? ഇവിടെ ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ ഞാനങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കുക. കാരണം നല്ല നല്ല ഭാഗങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റിയില്ല. ആ ഒരു സങ്കടമുണ്ട്. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ് മനസ്സിലായല്ലോ. അങ്ങനെ ഇവിടെ വന്നപ്പോ കൊറേ ഫ്രണ്ട്സിനെ കിട്ടി കേട്ടോ. ഇവിടെ വന്നപ്പം എനിക്ക് കൊറേ ഫ്രണ്ട്സിനെ കിട്ടി. അവർക്ക് മലയാളം അറിയില്ല, എങ്കിലും പറയുന്നത് മനസ്സിലാവും. തമിഴ്നാട്ടിൽ ഏത് സ്ഥലത്തുനിന്നാ? ചെന്നൈ, മെഡ്രാസിൽ വന്നവരാണ് കേട്ടോ. പരിചയപ്പെടാൻ കഴിഞ്ഞല്ലേ സന്തോഷം കേട്ടോ. യൂട്യൂബ് ഇനി മഹാരാജാവിൻ്റെ അമ്മയുടെ ബെഡ്റൂമും അവിടെ കട്ടിലും അതൊന്നും വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ മഹാരാജാവും പ്രജകളും ഒരു മീറ്റിംഗ് കൂടുന്ന ഒരു ഹാളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കുറേ ഭാഗങ്ങളുണ്ട്. നല്ല നല്ല ഭാഗങ്ങളൊന്നും യഥാർത്ഥം പറഞ്ഞ് എടുത്തിട്ടില്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു വീഡിയോ കൊണ്ടൊന്നും തീരുന്ന കാര്യങ്ങളുമല്ല അവിടെ ഉള്ളത്. പിന്നെ വരിക, കാണുക, ആസ്വദിക്കുക, അത് തന്നെയാണ്. മണിച്ചിത്ര, ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? മണിച്ചിത്ര താഴിലെ എനിക്ക് ഓർമ്മ വരുന്നല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഓൾറെഡി ഇവിടെയാണ് കേട്ടോ. ഞാൻ ഇവിടെ ഒരു സാറിനെ പരിചയപ്പെട്ട്. അപ്പോൾ സാറ് പറയാം, ശോഭന മാമിന്റെ ഡാൻസ് ഇവിടെയാണ് മണിച്ചിത്ര താഴിലെ. പകുതി ഭാഗം ഇവിടെ, പകുതി ഭാഗം തൃപ്പൂണിത്തുറ കൊട്ടാരം. പകുതി കൊട്ടാരങ്ങള് ചേർത്തെടുത്ത പടമാണ് മണിച്ചിത്ര. 2 ക്ഷേത്രങ്ങള്. അത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. ഞാൻ ഓർഡർ വന്നതാണ്. എനിക്കതങ്ങനെ ഫീൽ ചെയ്യാണ്. മണിച്ചിത്ര താഴെ ഫിലിമാണ് എനിക്ക് ഓർമ്മ വന്നത്. യഥാർത്ഥം പറഞ്ഞാൽ അത് ഷൂട്ട് ചെയ്തത് ഇവിടെ തന്നെയാണ് കേട്ടോ. ശോഭന മാമിന്റെ ഡാൻസ് എടുത്ത സ്ഥലം ഇവിടെ തന്നെയാണ്. പിന്നെ എന്ത് പറയാനുണ്ട്, നവരാത്രി ദിനങ്ങളിലെ ഇവിടെ ഇത് ഈ ഡാൻസ് പ്രോഗ്രാം ഒക്കെ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ സ്ത്രീകൾക്ക് ആ കാണുന്ന അതിനകത്തിരുന്ന്, പുറത്ത് അവർക്ക് വരാൻ അലോടല്ല, അതിനകത്തിരുന്ന് അവർക്ക് ഇപ്പോൾ ഒരു കിളിവാതിൽ പോലും ഇവിടെ ഒരു സാർ തുറന്ന് കാണിച്ചായിരുന്നു. അതിനകത്തിരുന്നേ അവർക്ക് ഇവിടുത്തെ പ്രോഗ്രാം കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ല രസമുണ്ടല്ലോ ഇവിടുത്തെ ഈ ഇതും കാര്യങ്ങളും ഒക്കെ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഒരു ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, സരസ്വതി. ഈ നവരാത്രി വിഗ്രഹങ്ങള് പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നാണ് കാൽനടയായിട്ട് തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത. ശുചീന്ദ്രത്തുള്ള 304, അത് കുമാരകോലുള്ള കുമാരസ്വാമി, വെള്ളിക്കുതിര, അതൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുന്ന് കാൽനടയായിട്ട് ഒരു ദിവസം ഉടുത്തറയിൽ തങ്ങും, ഒരു ദിവസം നെയ്യാറ്റിൻകരയിൽ തങ്ങും, പിന്നെ കരമനയിൽ വന്നിട്ട് രാജഗംഭീര അകമ്പടിയോടുകൂടി അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. എനിക്ക് വലിയ ഡാൻസൊന്നും അറിയില്ല, അതായത് ഭരതനാട്യം ഒട്ടും അറിയില്ല. എങ്കിലും എനിക്ക് ഇത് കണ്ടപ്പോൾ ഒരു 2 സ്റ്റെപ്പ്, അത് ഏതൊക്കെയോ സ്റ്റെപ്പാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഒന്ന് ഞാൻ കളിച്ച് നോക്കാം എന്താണെന്ന്. ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാം ശിവദം ശിവചരിതം. ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇതൊന്ന് ഇന്ദ്രവലാസന പറയും. ഇതൊന്ന് ഫോറിനേഴ്സിന് വേണ്ടി മാത്രമാണ് കിട്ടിയത്. ഇത് എക്സിലിയൊക്കെ കണ്ടോ നിങ്ങൾ, വലിയ വലിയ ഉത്തരം കാടിയതാണ്. അതുവേണ്ടി ഇത് പ്രത്യേകമായി കിട്ടിയതാണ്.
തമിഴാണ് സാറ് പറഞ്ഞത്. സാറ് തമിഴാണ്, നമുക്ക് തമിഴ് മനസ്സിലാവും. ആ അതെ അതെ. ഈ തറ വന്ന് ചുരുക്കിയാണ്, ചുരുക്കി പറയും. മുട്ട വെള്ളക്കരു, ചുണ്ണാമ്പ്, തോറ്റുകെട്ടാണ്, ഇതൊക്കെ ഇട്ടാണ്. അതായത് മുട്ടയുടെ വെള്ള, അടുത്ത് ഈ മറ്റേ കറ്റാർ വാഴ, അടുത്ത് എന്താ സാറേ? ചിരട്ടക്കരി, ചിരട്ടക്കരി, ചുണ്ണാമ്പ്, കടുക്ക, ആറ്റുമണല്, ഇതൊക്കെ ഒരു 16 കൂട്ടം ചേർത്താണ്. 16 കൂട്ടം ചേർത്താണ് നമ്മുടെ ഈ തറ ഇട്ടേക്കുന്നത് കേട്ടോ. അതിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ടേൽസിനെ കഴിഞ്ഞ് നല്ല വെല്ലുന്ന ഒരു അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ട് സാർ. ഇത്രയും പറഞ്ഞതിന് താങ്ക് യു. പരിചയപ്പെട്ടതിനും അതിന് പരിചയം. ഒത്തിരി സ്കൂൾ കുട്ടികളുണ്ട് കേട്ടോ. ഇന്ന് ഒത്തിരി പിള്ളേർ ഇത് കാണാൻ വന്നിട്ടുള്ളതാണ്. ഏത് സ്കൂളിൽ നിന്നാണോ? ഉച്ചക്കട. നമ്മുടെ കേരളത്തിൽ നിന്നാണോ? കേരളത്തിലെ കുട്ടികളാണ് കേട്ടോ. ഉച്ചക്കട സ്കൂളിലെ കുട്ടികളാണ്. കേരളം വന്ന് കുട്ടികൾ സ്മാർട്ടാണ്. കണ്ടോ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? കുഞ്ഞുമക്കളെ കുട്ടി കഴിച്ചോ? ലാസ്റ്റ് മഹാരാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ് തിരുവനന്തപുരത്തിലേക്ക് 1790 തലസ്ഥാനം തിരുവനന്തപുരത്തിലേക്ക് മാറ്റപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെയാണ് മണിച്ചിത്രത്താഴ് സിനിമയുടെ ക്ലൈമാക്സ് നടന്നെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായോ നിങ്ങൾക്ക്? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് ഞാൻ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ടാറ്റാ.